ഹലോ, അസ്സലാമു അലൈക്കും. CA ഫഹദ് ഹിയർ. ഇമ്മച്ചിനോട് പോയി പറയാൻ ആരോട് പറഞ്ഞില്ല. നേരിട്ട് പോയി പറയാനേ, ഈ പറയണ്ട, നേരിട്ട് പോയി പറയണ്ട. വർഷത്തെ റിസൾട്ട് ഇപ്പൊ ഇങ്ങനെ കിട്ടിയ പോലെയൊക്കെ തോന്നുന്നു. ഹയർ വേറെ റിയാക്ഷൻ കണ്ടാണ്ട് തീരും. ചങ്ങായിക്ക് ഞാൻ എത്തിനയച്ചു കൊടുത്തില്ല. താനും തീരെ മോനെ. താങ്ക് യു സോ മച്ച്. ഐ ഹോൾ ഫഹദാണ്. ഫഹദല്ല, CA ഫഹദാണ്. ശരിക്കും പറഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ട് ദിവസത്തിന്റെ ആ ഒരു എന്താ പറയുക, ക്യാപ്ചർ ചെയ്ത മൊമെന്റ്സുകളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമല്ല, എനിക്കിതൊരു സേവ് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്യണം ഈ മൊമെന്റ്സ് ഒക്കെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ നിന്ന് കുറച്ച് ലെങ്തി ആയിരിക്കും. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നും കുഴപ്പമുണ്ട്. കാരണം ഞാനും പഠിക്കുന്ന സമയത്ത്, അതായത് ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതായത് കുറെ വ്ളോഗ്സുകൾ കാണുക, റിസൾട്ട് റിയാക്ഷൻ കാണുക. വ്ളോഗ്സ് ഇൻ ദ സെൻസ് നമ്മൾ ഇങ്ങനെയുള്ള ഈ റിസൾട്ടിന്റെ ദിവസത്തുള്ള കോൺവെക്കേഷൻ ഡേ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ, നമുക്ക് അങ്ങോട്ട് എത്തണമല്ലോ എന്നുള്ള ആഗ്രഹം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ വരാൻ പോകുന്നത് അത് തന്നെയാണ്. അതായത് 6-ാം തീയതി ജൂലൈ 2025 എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലെ 25 വർഷത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം. ആ ദിവസത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മൊമെന്റ്സുകൾ എന്നെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ, എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ ഓർമ്മ വന്ന മൊമെന്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തത് നിങ്ങളെ കാണിക്കുക, അതുപോലെ എനിക്കത് സേവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതിന് തന്നെ പടച്ചോൻ അൽഹംദുലില്ലാ ഹൈർ, പടച്ചോൻ തന്നതാണ്. പടച്ചോന് നന്ദി പറയാണ്. അൽഹംദുലില്ലാ, താങ്ക് യു അല്ലാഹ്, താങ്ക് യു. അത്രേ ഉള്ളൂ. ബിക്കോസ് എന്താ പറയുക, നമ്മൾ എഫേർട്ട് ഇട്ടാലും പടച്ചോന്റെ അനുഗ്രഹം കൂടി ഇതിലേക്ക് വേണം. എഫേർട്ട് ഇടാനുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ തന്നതും പടച്ചോനാണ്, എല്ലാ സാഹചര്യങ്ങളൊക്കെ തന്നതും. പിന്നെ എൻ്റെ പാരൻസിന് എന്താ പറയുക, പാരൻസിന് ഇതിനുള്ള റോൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലുതാണ് പാരൻസിൻ്റെ റോള്. ഞാൻ എൻ്റെ പാരൻസിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ റിയാക്ഷൻസ്, അതുപോലെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ റിയാക്ഷൻസ് ഉണ്ട്, എൻ്റെ ചങ്ങായിമാരത് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കിത് കാണണം, വീണ്ടും എടുത്ത് കാണണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മേ ബി ഒരുപാട് ആൾക്കാർക്ക് ഇതിപ്പോൾ CA, CMA, CSC, ACCA പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെയായാലും, അതുപോലെ തന്നെ ബാക്കിയുള്ള നീറ്റ് പോലെയുള്ള ആസ്പിരൻസിന് എക്സാം എഴുതുന്ന UPSC ആകട്ടെ, ഏത് ആസ്പിരൻസിനും ഇങ്ങനെയുള്ള വീഡിയോസ് കാണാമെന്ന് പറയുന്നത് അത് അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്. കാരണം എനിക്ക് മോട്ടിവേഷൻ കിട്ടിയത് അങ്ങനത്തെ വീഡിയോസ് എന്നൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഉറപ്പായിട്ടും ഇത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർക്കും അതുപോലെ തന്നെ എനിക്കും ഇത് സേവ് ചെയ്താക്കാനുള്ള ഒരു വീഡിയോ പോലെയാണ്. അപ്പോൾ 6-ാം തീയതി ജൂലൈ 2025 ഒഫീഷ്യലി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. ഒഫീഷ്യൽ ഇൻ ദ സെൻസ് അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുള്ളൂ, അത് വർഷം ഓക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. ഞാൻ നിങ്ങൾ പലതും പറയും കേട്ടോ, കാരണം വെച്ചാൽ ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാനിത് എടുക്കണം, ഇത് പോസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് നേരെ വന്നിരിക്കുന്നു, ക്യാമറ ഓൺ ആക്കുന്നു, നേരെ പറയുന്നു. അതുകൊണ്ട് പ്ലാൻ ഒന്നുമില്ല, ചിലപ്പോൾ എന്തെല്ലോ പൊട്ടത്തരൊക്കെ പറയും, ഓക്കെ ക്ഷമിക്കാം. അപ്പൊ അങ്ങനെ അന്ന് രാവിലെ എണീച്ച് 6-ാം തീയതി രാവിലെ, ജൂലൈ മാസം 6-ാം തീയതി രാവിലെ 2025 മെയ് അറ്റംപ്റ്റ് 25 CA ഫൈനലി ഫൗണ്ടേഷന്റെയും അതുപോലെ ഇന്ററിന്റെ റിസൾട്ട് അന്ന് രാവിലെ തന്നെ എണീച്ച ഒരു 8:30 മണിയൊക്കെ ആയ സമയത്ത്, നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട്, വേറെ വിഷയം. 8:30 ആയ സമയത്ത് ഞാനിപ്പോൾ ലക്ഷ്യയിൽ ഒരു വർഷമായിട്ട് ഫാക്കൽറ്റി ആണ്. അപ്പോൾ അവിടെ തന്നെയുള്ള ഫാക്കൽറ്റി ഉണ്ട്, IDTയുടെ ഫാക്കൽറ്റി ഋഷഭ് സാറ് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, 1/2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് വരുന്നു. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് വരുന്നു പറഞ്ഞപ്പോൾ തന്നെ, അത് കണ്ടപ്പോൾ തന്നെ ആകെ ഉള്ളിൽ നിന്ന് പോയി. എല്ലാ പ്രാവശ്യവും ഞാൻ എന്താ പറയുക, എക്സാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ ദിവസം പ്രതീക്ഷ ഉണ്ടാവും. അത് അത്യാവശ്യം എഴുതിയവനറിയാം, അത്യാവശ്യം എഴുതിയാൽ നമ്മൾ എത്ര മാർക്കിന് ഫെയിലായാലും ആ റിസൾട്ട് കാണുന്നത് വരെ നമുക്ക് പ്രതീക്ഷ തന്നെ ആയിരിക്കും. ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വീഡിയോ ഓൺ ആക്കാറുണ്ട്, എൻ്റെ റിസൾട്ട് റിയാക്ഷൻ ഉണ്ട്, എടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ 2-3 പ്രാവശ്യം ഫെയിലായതിൻ്റെ വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇടും.
മെല്ലെ മെല്ലെ ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ അതുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഇത് എങ്ങനെയായാലും ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കും. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർഡ് ആണ്. റിസൾട്ട് നോക്കാൻ നല്ല പേടിയുണ്ട്. പക്ഷെ ആ വീഡിയോക്ക് പുറമേ ആയിട്ട് ഞാൻ ഇപ്രാവശ്യം ഈ ഒരു റിസൾട്ട് അരമണിക്കൂറിനുള്ളിൽ വരും എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്രാവശ്യം എനിക്ക് കുറച്ചുകൂടി നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ നന്നായിട്ട് എഴുതിയായിരുന്നു, AFM FR ഒക്കെ നന്നായിട്ട് എഴുതിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പാസ്സാവണം എന്നുള്ള എല്ലാ പ്രാവശ്യത്തെയും പോലെയുള്ള ആഗ്രഹം തന്നെയാണ് ഇപ്രാവശ്യവും. എന്തോ ഞാൻ വ്ലോഗ് പോലെ ഇന്ന് റിസൾട്ട് ആണെന്നുള്ള രൂപത്തിൽ എന്തെല്ലോ പറയുന്ന പോലെയൊക്കെ ചെയ്തായിരുന്നു. ആ സാധനം ഞാൻ ആദ്യം കൊടുക്കുക, അങ്ങനെ ചെയ്തായിരുന്നു രാവിലെ തന്നെ എണീച്ചിട്ട്. റിസൾട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ സാധനം വരുവയ്ക്കാറും തോന്നുന്നു. ആസ് യൂഷ്വൽ നല്ല പേടിയുണ്ട്. ഞങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ചെറിയൊരു ലീവൊക്കെ എടുത്തിട്ടാണ് എന്താ പറയുക പഠിച്ചത്. പക്ഷേ ഇപ്രാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്കറിയില്ല സംഭവിക്കാമെന്നറിയില്ല. സക്സസ്ഫുൾ ആകണമെന്നാണ് ആഗ്രഹം. സക്സസ്ഫുൾ ആയി അടുത്തിട്ട് അറിയില്ല. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ പോകുന്നത് അരമണിക്കൂറിൽ വരുന്നൊക്കെ സ്റ്റോറി കേട്ടത്. പക്ഷേ സ്റ്റോറി കേട്ടത് എന്താവും അറിയില്ല. പാസ്സായാൽ മതി. പാസ്സായിട്ടില്ലെങ്കിൽ ഒന്നാമത് പണിക്കടെ പഠിക്കാന്ന് പറയുന്നത് ടാസ്ക് പരിപാടിയാണ്. അതല്ല കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടുള്ളൂ. ആ ലീവിനൊക്കെ പഠിച്ചാണ് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അതൊക്കെ ഞാൻ എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കുന്നതിനൊക്കെ കരുതിയുണ്ട്. പഠിച്ചോണ്ടിട്ടാണ് പഠിച്ചോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറിയില്ല, നോക്കാം ഇതാവുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഞാൻ ഉപ്പി മാത്രമേ ഉണ്ടായിരുന്നേ. ഉമ്മ ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ സിസ്റ്ററിനൊരു പുതിയ ബേബി ഉണ്ടായിരുന്നു. ബേബിൻ്റെ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. അത് ഞാൻ പറയാം. ഉമ്മാൻ്റെ റിയാക്ഷൻ എത്തുമ്പോൾ ഞാൻ പറയാം എന്ത് അങ്ങനെ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയാം. അപ്പോൾ ഞാനുപ്പി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറൊക്കെ പിന്നെ പുറത്താണ്. ഞാൻ പറയാം ബ്രദറിൻ്റെ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ എങ്ങനെയായാലും ഈ സമയത്ത് ഞാനുപ്പി ഉണ്ടായിരുന്നു. അപ്പനോട് പറഞ്ഞു. അങ്ങനെ അതുവരെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസം വരെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ടപ്പാ, ഞാൻ എന്ത് ചെയ്യട്ടെ റിസൾട്ട് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നോക്കാൻ വേണ്ടി ഞാൻ റൂമിലേക്ക് കയറിയിട്ട് ഞാൻ റിസൾട്ട് നോക്കുകയാണ്. എന്താ പറയുക, ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങേ പീക്കാണ്. ഇത് എന്താ പറയുക, ഈ എക്സാംസ് എഴുതുന്ന ആളുകൾക്ക് അറിയാം അത് നോക്കുന്നൊരു ഫീൽ എന്താണെന്നുള്ളത്. അത്രയും എഫേർട്ട് നമ്മൾ ഇട്ടിട്ട് ഇതൊന്ന് കഴിഞ്ഞല്ലോ. നമ്മൾ ഇപ്പോൾ എൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ 7-8 വർഷത്തെ ജേണിയാണ്. ആ ഒരു ജേണിക്ക് ഒരു റിസൾട്ടാണ് ആ ഒരു പിങ്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒറ്റ ദിവസം കൊണ്ട് എന്നെ കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടോ. ആ ഒരു ജേണി എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഹാർഡ് വർക്കിനൊക്കെ എനിക്ക് ഉത്തരം ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടി. അത്രയും സന്തോഷം കിട്ടി ആ ഒരു ദിവസം, അല്ലെങ്കിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി ആ ഒരു ദിവസം. അങ്ങനെ ഞാൻ റിസൾട്ട് നോക്കുന്ന സീനാണ് നെക്സ്റ്റ് സീന്. ഭയങ്കരമായിട്ട് റിസൾട്ട് ഓക്കെ അത് നിങ്ങൾ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും റിയാക്ഷൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഫീലായി പോയി. എന്തത് ചെയ്യേണ്ടത് വെച്ചില്ല. കാരണം ഞാൻ പാസ്സായെന്ന് കാണുമ്പോൾ ഞാനത് ഈ ലോകത്ത് തന്നെയാണെന്നുള്ള രൂപത്തിൽ വരാണ്. ഈ കാര്യം നമ്മൾ കാലങ്ങളായിട്ട് സ്വപ്നം കാണുന്ന നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ മൊമെന്റ്സുകളൊക്കെ നമ്മൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് എനിക്ക് എത്തണമെന്ന് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് സ്വപ്നം കാണുന്ന സാധനമായതുകൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, നല്ലോണം കരഞ്ഞു. കാരണം ഫെയിലാവുമ്പോൾ ഞാൻ ഇത്ര ഫെയിലാകുമ്പോൾ സങ്കടം വരും, ചിലപ്പോൾ കണ്ണ് നിറയും നമ്മുടെ എഫേർട്ടിന്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ഓക്കെ എനിക്ക് എവിടെയോ ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടെന്ന് റിയലൈസ് ചെയ്യും.
പക്ഷെ പാസ്സായപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എന്താണ് ഇമോഷൻസ് എന്ന് മനസ്സിലായില്ല. സങ്കടമാണോ സന്തോഷമാണോ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്തെല്ലോ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉപ്പാൻ്റെ അടുത്ത് പോയി. ഉപ്പ വീട്ടിലുണ്ട്. ഉപ്പാനെ തിരഞ്ഞു പോയി. ഉപ്പ അപ്പം നോക്കിയപ്പോൾ അടുക്കളയിൽ ഞാനപ്പം ലേറ്റ് ഇല്ല. അപ്പോൾ എനിക്കിത് ക്യാപ്ചർ ചെയ്യും വേണം. ഞാൻ അതേ ഫോണ് കട്ട് ചെയ്യാതെ നേരെ കൊണ്ടുപോയിട്ട് എന്താ എങ്ങനെ പിടിക്കണ്ട എനിക്ക് ഉപ്പാനോട് പറയുമ്പോൾ തന്നെ വേറെയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഉപ്പാനോട് പറഞ്ഞു ഇങ്ങനെ CA പാസ്സായി എന്ന് പറഞ്ഞു. പിന്നെ ഉപ്പാൻ്റെ റിയാക്ഷൻ, ഉപ്പാൻ്റെ ഹഗ്ഗും ഉപ്പാൻ്റെ സന്തോഷവും കണ്ടപ്പോഴാണ് ഉപ്പയും സങ്കടപ്പെട്ട്. കാരണം ഓരൊക്കെ അത് കണ്ടപ്പോഴാണ് എനിക്കും പിന്നെ ഞാനും ഭയങ്കര സങ്കടമായിട്ട് ഞങ്ങൾ രണ്ടാളും ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തിട്ടൊക്കെ വേറെ തന്നെ രൂപത്തിലേക്കുള്ള റിയാക്ഷനായിട്ട് മാറി. കാരണം വെച്ചാൽ ഓരൊക്കെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ബാക്ക് ബോണാണ്. ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ പാരൻസ്, എക്സ്പെഷ്യലി പാരൻസ് എന്ന് പറഞ്ഞാൽ ഉമ്മി ഉപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്തിട്ടും നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടും ഇതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് അവർക്കാണ്. അപ്പോൾ ഉപ്പ അവരൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നതും പിന്നെ എന്താ പറയുക ഒരു CA ആവാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹം കൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപ്പാക്കൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഫീലായി. ഉപ്പ ശരിക്കും പറഞ്ഞാൽ ഉപ്പയും കരഞ്ഞു. ഞാൻ ഉപ്പാനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ സീനിലേക്ക് എത്തിയത്. CA ഫഹദ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ബ്രദറിനെ ഞാൻ വിളിച്ചത്. കാരണം ഉമ്മ അവിടെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബ്രദറിനെ വിളിച്ചു. ബ്രദറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ട്വിൻ ബ്രദറാണ്, ഞങ്ങൾ ഇരട്ടകളാണ്. അതുകൊണ്ട് അവന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBSന്റെ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. അപ്പോൾ അവൻ്റെ ഫൈനൽ ഇയറിൻ്റെ എക്സാം എടുക്കുന്നുണ്ട് MBBSന്റെ. അപ്പോൾ അവൻ അവിടെ കോളേജിലാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ ഞാൻ നമ്മൾ ഈ റിസൾട്ട് വരുമ്പോൾ റിയാക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ പാരൻസിനോട് പോയിട്ട് പറയുക, പാരൻസിനെ കെട്ടിപ്പിടിക്കുക, ഈ കാര്യങ്ങൾ ഇപ്പോൾ ചങ്ങായിമാർ ഇതൊക്കെ ഡ്രീം ചെയ്യുന്ന കൂടെ തന്നെ ഞാൻ ഏറ്റവും ഡ്രീം ചെയ്യുന്ന വേറൊരു സാധനമാണ് എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് CA ഫഹദിയർ എന്ന് പറയണം, അസ്സലാമു അലൈക്കും CA ഫഹദിയർ എന്ന് പറയണമെന്ന് ഞാൻ അത് ഇങ്ങനെ ഡ്രീം ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് അതന്നെ കിട്ടണം എന്ന് ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിൽ ഒന്നും ചെയ്ത് ഞാൻ നേരെ വിളിച്ച് പറയുന്നതിന് പകരം ഞാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞു അതിനോട്, ഞാൻ CA ഫഹദിയർന്ന്. അപ്പോൾ എനിക്കറിയാം അവൻ എന്താ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതേ രൂപത്തിൽ അവൻ ആ ഹോസ്റ്റലിൽ നിന്ന് ആകെ ഒച്ചുണ്ടാക്കി എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ട് അലറി വിളിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇതൊരു രൂപത്തിൽ. അത് ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നു. കാരണം എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ എപ്പോഴും എന്താ പറയുക ആസ് എ ഫ്രണ്ട് പോലെ എന്താ ബ്രദറുമാണ് എന്നുള്ള രൂപത്തിൽ എന്താ പറയുക എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അനിയൻ ഇൻ ദ സെൻസ് ഞങ്ങൾ ട്വിൻ ബ്രദേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണ്, ട്വിൻ ബ്രദറാണ്. അപ്പോൾ അവന് വിളിച്ച് പറയുന്നത് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. ഹലോ, അസ്സലാമു അലൈക്കും. CA ഫഹദിയർ. കൊള്ളടാ. ആടാ ആയി പാസ്സായി. ഞാതാ വീട്ടില് അനിയമ്മച്ചനോട് പോയി പറയാൻ നിൽക്കുക, ആരോട് പറഞ്ഞില്ല. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഉമ്മാനോട് പറയല്ലോ, ഉമ്മാനോട് ഞാൻ നേരിട്ട് പോയി പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരോടും ഒന്നും പറയാൻ നിന്നിട്ടില്ല. സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നുമില്ല. നേരെ ഉമ്മാനോട് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോട് പറഞ്ഞാൽ മതി എന്നായി. അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിലാണ്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെറിയൊരു കേസായിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ, കോട്ടക്കൽ ഹോസ്പിറ്റലായിരുന്നു, 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഉപ്പാനെയും കൂട്ടിയിട്ട് പെങ്ങടെ മോനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഇൻ ദ സെൻസ് ഓഫീസിൽ കുറച്ച് ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ ലക്ഷ്യയിൽ കുറച്ച് ആളുകൾക്ക് അറിയാമെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഞാൻ പാസ്സായ കാര്യം. അങ്ങനെ ഞാൻ നേരെ കോട്ടകൾക്ക് പോയി. ഞാൻ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ എവിടെ ഉണ്ടായിരുന്നു, സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ പാസ്സായവർ ഓളോട് പറഞ്ഞു. ഓൾക്കും ഭയങ്കര ഷോക്കായിരുന്നു. അങ്ങനെ ഓളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ വരും, ഒരു കേക്കിൽ ഞാൻ CA ഫഹദ് എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാം കേക്ക് വാങ്ങാം. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോകുമ്പോൾ എന്ത് ചെയ്തു, കേക്കൊക്കെ വാങ്ങി അതിലിങ്ങോട്ട് CA ഫഹദ് എന്നൊക്കെ എഴുതി. അങ്ങനെ ആ കേക്ക് ഉമ്മാനെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഉമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് എന്നാ റിസൾട്ട്, എങ്ങനെ റിസൾട്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരും, പെട്ടെന്ന് തന്നെ വരും, നിങ്ങൾ ദ്വാരക്കിട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഉമ്മ എന്നോട് ചോദിച്ചു, പിന്നെ ഞാൻ ഈ റിസൾട്ടിന് തലേ ദിവസം വിളിച്ചപ്പോഴും ചോദിച്ചു എന്നോട് റിസൾട്ട് വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് തന്നെ വരും ഇങ്ങോട്ട് ദ്വാരക്കെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞിട്ട് ഉമ്മ ഓൾറെഡി ഡേറ്റ് നോക്കിയപ്പോൾ അന്നാണ് റിസൾട്ട് എന്നൊക്കെ മനസ്സിലായിരുന്നു ഉമ്മക്ക്. അപ്പോൾ അവർ നെറ്റിലൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നോട് ചോദിച്ചില്ല, കാരണം ഞാൻ പാസ്സായെങ്കിൽ പറയുന്നറിയാം, ഫെയിലായാലും ഞാൻ പറയാറുണ്ട്, എങ്ങനെയായാലും ഞാൻ പറയും. അങ്ങനെ കേക്ക് വാങ്ങിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഞങ്ങൾ റൂമിനുള്ളിൽ വീഡിയോ ഉമ്മ അറിയാതെ സെറ്റാക്കിയിട്ടുണ്ട്.
കയറിയപ്പോൾ തന്നെ ഉമ്മനോട് ചോദിച്ചത് അതാണ്, എന്താ എൻ്റെ റിസൾട്ട് എന്തായെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വൈകുന്നേരം വരുള്ളൂ പറഞ്ഞു. അപ്പോൾ പിന്നെ കേക്ക് എന്തിനാ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തോ അപ്പോൾ നാവ് കിട്ടിയൊരു കളവ് ഞാൻ പറഞ്ഞു ഇങ്ങനെ അക്കുവിൻ്റെ എന്തോ പരിപാടി, പെങ്ങളെ മോൻ്റെ എന്തോ പരിപാടി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തുറന്നിട്ട് കാണിച്ചപ്പോൾ CA ഫഹദ് ഉമ്മ കണ്ട് ആകെ പിന്നെ ഉമ്മാൻ്റെ റിയാക്ഷൻ വേറെ തന്നെയായിരുന്നു. കേക്ക് വേണ്ടെന്താ അതില് CA എഴുതിട്ട് ഉമ്മനോട് തോപ്പിച്ച സർപ്രൈസ് ആവും അല്ലേ? നമുക്ക് കൈമല് ടോപ്പ് വെക്കാം. ഓക്കെ, അപ്പൊ ഉമ്മയുടെ അടുത്തേക്ക് പോവാണ്. യെസ്, പപ്പിയുണ്ട്. Yes guys, yes. കേക്ക് വാങ്ങിട്ട് കേക്ക് വാങ്ങിട്ടോ ഗൈസ്. യെസ്, കോട്ടക്കൽ മസിലാണ് സിസ്റ്ററിൻ്റെ എന്താ പറയുക, സിസ്റ്ററിന് ബേബിൻ്റായിട്ട് ഉമ്മയൊക്കെ ഇവിടെയുള്ള. അപ്പോൾ ഉമ്മാനോട് പറയാൻ വേണ്ടി പോകുന്ന കോട്ടക്കൽ അൽമാസിൽ ഉമ്മാൻ്റെ അടുത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. സത്യം പറഞ്ഞാൽ 25 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മൊമെൻ്റാണ് കാണുന്നത്. നോക്ക് റിസൾട്ട് ഒന്നല്ലേ യാസീനോ അതേനി ഇതന്നെ ഞാൻ വെച്ചാണ് വൈകുന്നേരം റിസൾട്ട് അറിയുമ്പോ പറഞ്ഞപ്പോ യാസീനോ അതേനി പശു കൊടുക്ക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞൊരു 3 മണിക്കൂറോളം അന്ന് വണ്ടി തന്നെ, കാറിൽ തന്നെ. കാരണം ഇങ്ങനെ ഒരു യാത്ര ഉള്ളതുകൊണ്ട് കാറിൽ തന്നെ ആയിരുന്നു. ഞാനൊക്കെ പറ്റുന്ന രൂപത്തിൽ ഇപ്പോൾ ഒരുപാട് കോൾസ് ചറപറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോൾസ് വരുന്നുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഉമ്മാനോട് പറഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നത്, ഞാൻ ആയിട്ടുണ്ടെന്ന് ഞാൻ തന്നെ അറിയിക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പോഴേക്കും പിന്നെ നാട്ടിൽ ഫാമിലി ഗ്രൂപ്പിൽ എല്ലായിടത്തും അനിയനും പലരും ഇട്ടിട്ട് നാട്ടിലത്തെ ഒരു ഫ്രണ്ട് ഓൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ട് മൊത്തത്തിൽ പിന്നെ നമ്മൾ തന്നെ നിറയാൻ തുടങ്ങി. അതായത് എന്താ പറയുക, നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മളാണ് അന്നത്തെ ഹീറോ. നമ്മുടെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അറിയുന്ന ആളുകളാണല്ലോ. അപ്പം നമ്മൾ അറിയുന്ന ആളുകളൊക്കെ നമ്മൾ വിഷ് ചെയ്യുന്നു, അറിയുന്ന ആളുകളൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ കോൾസ് വരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം കോൾസ് ഞാൻ എടുത്തു. ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാനൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ അതേപോലെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പറ്റുന്നത്ര ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷെ എന്നിട്ടും തീരാത്ത അത്രയും മെസ്സേജസ്. ഞാൻ വെറുതെ തള്ളുന്നല്ല, നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന ഒരു മൊമെന്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യം എത്രയാന്നുള്ളത്. അതല്ല വരാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ 8 വർഷത്തെ അധ്വാനം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ആകും. അത്രയും നമുക്ക് സന്തോഷം തരുന്നൊരു ദിവസമാണ് ഈ ദിവസം. ക്വാളിഫൈ ചെയ്തവർക്ക് ഇത് അറിയാം, ക്വാളിഫൈ ചെയ്യാൻ പോകുന്നവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചോ പാസ്സായിക്കോ, അതിന് ബെനിഫിറ്റ് കിട്ടും. ഞാൻ അതന്നെ പറയുന്നത്, പഠിച്ചോ പാസ്സായിക്കോ അത് മതി. ഒരൊറ്റ ദിവസം മതി നമുക്ക് പഠിച്ചതിൻ്റെ എഫേർട്ടൊക്കെ കിട്ടാൻ. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ പിന്നെ ഞാൻ എൻ്റെ റിസൾട്ടിൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റീച്ചായി. ആ സമയത്ത് നല്ല റീച്ചായി. പിന്നെ ആ വീഡിയോ കൂടി അറിഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ഇൻബോക്സ് ഒക്കെ ആകെ ഫുൾ ഭയങ്കരമായിട്ട് ഫ്ലഡ് ആവാൻ തുടങ്ങി. പിന്നെ സ്റ്റുഡൻസും കൂടി ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെയും ഒക്കെപ്പാടെ കൂടിയിട്ട് എന്ത് ചെയ്തു, വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇഷ്ടംപോലെ ആളുകളുടെ കൺഗ്രാജുലേഷൻസും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ആ മെസ്സേജൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്ന രാത്രി 3 മണിക്കൊക്കെ ഇരുന്നിട്ടാണ്. കാരണം വെച്ചാൽ അത്രയും സമയം എടുത്തത് ക്ലിയർ ചെയ്യാൻ. പിന്നെ ഞാനൊരു മൈലുവാൻ കൊടുത്തപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി. അങ്ങാടിയിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇറങ്ങുന്നതാണ്. പക്ഷെ ഇന്ന് എനിക്കെൻ്റെ ഫ്രണ്ട്സിനെ കാണണം, നാട്ടിലെ ഫ്രണ്ട്സിനെ കാണണം, ഓരോട് സന്തോഷം ഷെയർ ചെയ്യണം എന്നുള്ളത് ഇത് മറ്റതൊക്കെ പറഞ്ഞ പോലെ അത് ഞാൻ ഡ്രീം ചെയ്യുന്നൊരു സാധനമാണ്. ഇവരെ കൂടെ സന്തോഷം ഷെയർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഡ്രീം ചെയ്യുന്ന സാധനമാണ്. ഇതിൽ ഏറ്റവും എന്താ പറയുക, ഫാമിലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരൻസ് കഴിഞ്ഞാൽ ഏറ്റവും പങ്കുള്ളൊരു ടീം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഗ്യാങ്ങാണ്. ആ നാട്ടിലെ ടീം എന്ന് പറയുന്നത് എനിക്ക് പലതരത്തിലുള്ള മോറൽ സപ്പോർട്ട് ഇവരെനിക്ക് തന്നിട്ടുണ്ട്. മെൻ്റലി അവർ ഇപ്പോൾ ഞാനിപ്പം ചില ഒരു സമയത്തൊക്കെ ഞാൻ റിസൾട്ട് നോക്കിയത് പോലെ ഇടയിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് ഫെയിലായപ്പോഴൊക്കെ അതനുസരിച്ചിട്ട് പോലെ അതായത് എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സാണ് നാട്ടിലുള്ളത്. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിലൊക്കെ ഇവർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഈ 6 മാസം കൂടുമ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ അവർ വിളിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ മന്തി കഴിക്കാൻ പോവുക അല്ലെങ്കിൽ എന്തിനൊക്കെ പോകുമ്പോൾ എന്താ പറയുക വിളിക്കുമ്പോൾ പറയും ഇരുത്തത്തിലാണ് പഠിക്കാൻ വേണ്ടി ഇരുത്തത്തിലാന്ന് പറയുമ്പോൾ എന്നാൽ ഇനി പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്നെ വിളിക്കൂല. പിന്നെ എക്സാം തീർന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നവരെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നവരെ അവരെന്നെ കോൺടാക്ട് ചെയ്യില്ല. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക എന്നുള്ളത് അവരെന്നെ അങ്ങനെ കോൺടാക്ട് ചെയ്യില്ല. പഠിച്ചോ എന്ന് പറയും, പ്രാവശ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അത്രയും നല്ല ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. നമ്മൾ ഇവിടെ ഷോപ്പിൽ ഇങ്ങനെ ചാടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടിരുന്നു സർപ്രൈസ് ആയിട്ട് ഇവരെ കേക്ക്, ഇവർ CA ലെറ്റർ വാങ്ങിയിട്ട് പോപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നാട്ടിൽ ചെറിയൊരു സെലിബ്രേഷൻ പോലെ അങ്ങാടിയിൽ നിന്ന് മൊത്തത്തിലൊരു സെലിബ്രേഷൻ. ഭയങ്കരമായിട്ട് എന്താ പറയുക, അതൊന്നും മറക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അല്ലേ. ശരിക്കും പറഞ്ഞാലൊക്കെ പിന്നെ കേക്കൊക്കെ നാട്ടിലെ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എൻ്റെ മോനെ ഒന്നും പറയാനില്ല. അങ്ങനെ എന്താ പറയുക ഓരോ കൂടെ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്തു. ആവശ്യത്തിനുള്ള കത്തിയുണ്ട് മസ ഉൾപ്പെട്ടിക്കോ. എടുക്ക പിന്നെ എടുക്ക മുറിച്ചുടി ബർത്ത്ഡേ അല്ല അച്ഛനെ CA പാസ്സായി നോക്കിക്കേ പൊട്ടട്ടെ പോന്നോട്ടെ. ഇല്ലല്ലോ കേക്ക് മകാക്കില്ലേ അതാ ലാൻഡ്സ്കേപ്പിൽ ഫുൾ എടുത്തോ. അതെ ഈ നിലം ക്ലീൻ ആക്കാൻ കിട്ടോ ചെറിയ അവിടെ ഇത് ക്ലീൻ ആക്കാണ്ട് ഇഷ്ടാണ് അത് മാതിരി ക്ലീൻ ആക്കാം. മറിഞ്ഞിക്കണില്ലേ
ഒന്ന് കുവൈത്തിലേക്ക് അയക്കാം, സൗദിയിലേക്ക് അയക്കാം. ഗിൽറ്റുപടി കൊണ്ടാല് കിട്ടി ഗിൽറ്റുപടി നാടിന്റെ യൗവനം പിച്ചാണി മെയിൻ ആയിട്ടാണ് അത് കൊണ്ടേ മേത്തക്ക് പോട്ടെ മോത്ത് കൊടുക്ക് കൂലിക്കടിക്കാൻ വരെ താപ്പൻ നമ്മള് ചങ്ങന്മാരെ കൂട്ടിട്ട് എന്ത് ചെയ്യാണ്, നമ്മള് ഫുഡേക്കാൻ പോവാണ്. പരിപാടിയുണ്ട്. എന്ത് വേലക്കാരില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചങ്ങന്മാരും കൂട്ടിയിട്ട് ചെറിയൊരു ട്രീറ്റൊക്കെ സെറ്റാക്കി കോഴിക്കോട് പോയിട്ട് ചെറിയൊരു ട്രീറ്റൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലെത്തുന്ന എനിക്ക് തോന്നുന്നു 1 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ. ആ 1 മണി മുതൽ രാത്രി 3-4 മണി വരെ, ഏകദേശം 4 മണി വരെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. തീർന്നില്ല, സത്യം പറഞ്ഞാൽ തീർന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഞാൻ തീർത്തത്. അത്രയും മെസ്സേജുകളായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ ആരെയും വിട്ടുപോയിട്ടുണ്ടെന്ന് വരെ എനിക്കറിയില്ല. കാരണം അത്രയും മെസ്സേജ് ഞാൻ തള്ളല്ല, വെറുതെ പറയല്ല, സീരിയസ്ലി വെറുതെ പറയല്ല. കാരണം നിങ്ങൾ പാസ്സായ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെറുതെ പറയല്ല എന്നുള്ളത്. അത്രയും മെസ്സേജസ് വന്നു, ഒരുപാട് മെസ്സേജസ് വന്നു. മേ ബി ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. സത്യം പറയാലോ, ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് 8-ാം തീയതി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഈ 8-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ മുമ്പത്തെ ഫോളോവേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എനിക്ക് നിയർ ബൈ 1000 ഫോളോവേഴ്സ് ഞാൻ ക്വാളിഫൈ ചെയ്തതിനു ശേഷം കയറിയിട്ടുണ്ട്. ഞാൻ ഫോളോവേഴ്സിനെ കണക്ക് പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ അളക്കൊന്നും ചെയ്യല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നല്ലൊരു മൊമെന്റ്, അല്ലെങ്കിൽ ഇത്രയും നമ്മളെ എന്താ പറയുക, ആളുകൾ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന, ആളുകൾ വിഷ് ചെയ്യുന്ന, ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്ന, നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്ന, നമുക്ക് വേണ്ടിയിട്ട് ആഘോഷിക്കുന്ന, നമുക്ക് വേണ്ടി സന്തോഷിക്കുന്ന ഒരു മൊമെന്റ് വരാനുണ്ട്. ആ മൊമെന്റ് ആലോചിച്ചാൽ മാത്രം മതി നമുക്ക് പാസ്സാവാൻ. ഓക്കെ, പാസ്സാവാനുള്ള ഒരു എനർജി കിട്ടാൻ ശരിക്കും ഭയങ്കര രസമായിരുന്നു ഈ ദിവസം. പറഞ്ഞാൽ ആ ഒരു 10-25 കൊല്ലത്തിൽ ഇങ്ങനത്തെ ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി മേ ബി ഉണ്ടാവുമെന്ന് അറിയില്ല.